നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായ് പ്രവാസികളുടെ ഏറെ പ്രിയപ്പെട്ട പ്രവാസി ലോകം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഏറെ പേരും ജോലിക്കായി പോകാൻ ആഗ്രഹിക്കുന്നതും ദുബായ് തന്നെയാണ്. പ്രവാസികളോട് കാണിക്കുന്ന അതിയായ സ്നേഹവും വേതനത്തിലെ കൃത്യതയും ഒപ്പം സുരക്ഷിതത്വവും തന്നെയാണ്. എന്നാൽ പ്രവാസി മലയാളികൾ പെറ്റ നാടിന് ഒരു സമ്മാനം നൽകി. അതിൽ ഭരണാധികാരികളുടെ കണ്ണ് തള്ളി. വാർത്തയിലേക്ക് പോകാം. രാജകീയമായി വാഹനം അലങ്കരിച്ച് പോറ്റമ്മ നാടിന് ആദരവുമായി വീണ്ടും ത്രിമൂർത്തികൾ. UAE 48ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ഷാർജയിൽ ബിസിനസ്സുകാരനായ കോഴിക്കോട് സ്വദേശി ഷെഫീഖ് അബ്ദുറഹ്മാൻ, കാസർഗോഡ് സ്വദേശി മജീദ് അബ്ദുൾ റഹ്മാൻ, ഹൈദരാബാദ് സ്വദേശി അൻസാർ എന്നിവരാണ് തങ്ങളുടെ വാഹനങ്ങൾ അലങ്കരിച്ച് ശ്രദ്ധേയരാക്കുന്നത്. ഇതിൽ ഷെഫീഖിന്റെ റോൾസ് റോയ്സ് കാറിൽ സ്വർണം പൂശി ഒരു പിടി കൂടി മുന്നോട്ടു പോയി. ഭരണാധികാരികളുടെ ചിത്രങ്ങൾ, ഖുർആൻ സൂക്തങ്ങൾ എന്നിവയും കാറിന് അലങ്കാരമാകുന്നു. UAEയോട് കാണിച്ച ഈ സ്നേഹാദരങ്ങൾ ഷാർജയിൽ അധികാരികളുടെ പ്രശംസാ പത്രം ലഭിക്കുകയും ചെയ്തു. കാറിന്റെ മുകൾ ഭാഗത്താണ് സ്വർണം പൂശിയ സ്റ്റിക്കർ പതിച്ചത്. അരികുകളിൽ UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനും പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്ത തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തു. അതിനുശേഷം 30% ഭാഗവും 22 കാരറ്റ് സ്വർണം പൂശുകയായിരുന്നു. മനോഹരമായ അറബിക് കാലിഗ്രാഫി ചെയ്തത് UAEയിലെ കലാകാരൻ അഷർ ഖന്ദിയാണ്. എല്ലാ മതസ്ഥരും ദേശക്കാരെയും ഒരേപോലെ കാണുന്ന UAE സംസ്കാരത്തോടുള്ള ആദരവ് കൂടിയാണ് ഇത്തവണ കാർ അലങ്കാരങ്ങളെന്നും ഷെഫീഖ് പറഞ്ഞു. 2 മാസത്തിലേറെ ചെലവഴിച്ചാണ് വാഹനങ്ങൾ അലങ്കരിച്ചത്. കോഴിക്കോട് കക്കോട് സ്വദേശിയായ ഷഫീഖ് ഷാർജയിൽ അൽമാനിയ റിയൽ എസ്റ്റേറ്റ് MD ആണ്. എല്ലാ വർഷവും UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വാഹനം അലങ്കരിക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും മത്സരങ്ങളിൽ സമ്മാനം നേടി. ഷാർജ താമസ കുടിയേറ്റ വകുപ്പ്, പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് നിറഞ്ഞ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെന്നും ഷെഫീഖ് വ്യക്തമാക്കി. മജീദും അൻസാറും തങ്ങളുടെ ബെൻസും വാഹനങ്ങളാണ് അലങ്കരിച്ചത്. വാഹനങ്ങൾ ഗിസൈസിൽ പ്രദർശിപ്പിച്ചപ്പോൾ കുടുംബാംഗങ്ങളടക്കം ഒട്ടേറെ പേർ കാണാനെത്തുകയും അരികിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു.